ദലിത് ചിന്തകനും എഴുത്തുകാരനുമായ കെ കോച്ച് അന്തരിച്ചു. 76 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അശ്വിൻ പാലാഴി കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, ദലിത് ചിന്തകൻ, അതോടൊപ്പം തന്നെ സാമൂഹിക സംഭവങ്ങളിൽ നിരന്തരം രചനകൾ നിർവഹിച്ചിരുന്ന ആളാണ് കെ കോച്ച്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ നിര്യാണം സംഭവിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? GK 76-ാം വയസ്സിലാണ് കെ കൊച്ചിന്റെ അന്ത്യമുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏറെക്കാലമായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഒപ്പം അർബുദവും അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയറിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. ദളിത് സമൂഹത്തിൽ ഏറെ പ്രശസ്തി ആർജിച്ച അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് പോരാടിയ വ്യക്തിയാണ്. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും ചാനൽ ചർച്ചകളിലുമൊക്കെ ദളിതപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തി കൂടിയാണ്. സമീപകാലങ്ങളിൽ വരെ അദ്ദേഹം ഈ ചർച്ചകളിലൊക്കെ സജീവവുമായിരുന്നു. ദളിതൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ ഏറെ ചർച്ചയായ ഒരു ആത്മകഥ കൂടിയാണ്. അതുകൂടാതെ നിരവധി കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമില്ലാത്ത കാലം ഉൾപ്പെടെ വിമർശന വിധേയമായ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായ പേരിലുണ്ട്. ഒപ്പം 2021 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അങ്ങനെ എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പൊതുവെ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിന്നൊക്കെ വിട്ടുനിൽക്കുകയായിരുന്നു. അത്രത്തോളം അദ്ദേഹത്തെ ഈ രോഗമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സംസ്കാരം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. നാളെയോടുകൂടിയാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. GK. ശരി, ആത്മകഥയായ ദലിതൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കെ കൊച്ചിന്റെ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധനിലേക്കുള്ള ദൂരം, ദേശീയതയ്ക്ക് ഒരു ചരിത്രപഥം, കേരള ചരിത്രവും സമൂഹ രൂപീകരണവും, ഇടതുപക്ഷമില്ലാത്ത കാലം, ദളിത് പാദം, കലാപവും സംസ്കാരവും തുടങ്ങിയ കൃതികൾ കെ കോച്ച് രചിച്ചിട്ടുണ്ട്. ദലിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാട്ടം നടത്തിയ, എഴുത്തിലൂടെ ദാർശനികമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളാണ് കെ കോച്ച്. അദ്ദേഹത്തിന്റെ നിര്യാണം സംഭവിച്ചിരിക്കുന്നത് 76 വയസ്സായിരുന്നു. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.